ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്പനീർ പൂവിൽ ശ്രുതിയും സുധിയും നീലിമയും സച്ചിയും രേവതിയും എല്ലാവരും പോലീസ് സ്റ്റേഷനിലാണല്ലോ. അപ്പം നീലിമയുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും 50 ലക്ഷം രൂപ മേടിച്ചെടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് സുധി ഇരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നീലിമ വക്കീലിനെയും ഏർപ്പാടാക്കിയ വക്കീലും സ്റ്റേഷനിലുണ്ട്. അങ്ങനെ നീലിമയോട് പറയുന്നു, ഇങ്ങനെ നീ ഞങ്ങൾ ചതിച്ചിട്ടല്ലേ പോയത്, നീ എന്നെ ചതിച്ചിട്ടല്ലേ പോയത്, നിന്നെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, നീ എൻ്റെ അക്കൗണ്ടിലുള്ള പൈസ നിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നീ എന്നെ കൊണ്ട് ഫോം സൈൻ ചെയ്യിപ്പിച്ചിട്ടല്ലേ നീ ആ പൈസ ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ നീലിമ പറയണോ, ഞങ്ങൾ 6 മാസം ഒരുമിച്ച് ജീവിച്ചതാണ് സാർ, ഇവൻ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇവൻ എന്നെ കല്യാണം കഴിക്കുന്നത് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ കാനഡയിൽ പോയി തക്കം നോക്കിയിട്ട് ഇവൻ വേറൊരുത്തിനെ കല്യാണം കഴിച്ചപ്പോൾ സുഖമായിട്ട് ജീവിക്കുകയാണ്, ഇവനാണ് എന്നെ ചതിച്ചത് എന്നൊക്കെ പറയാണ് നീലിമ. അപ്പോൾ എനിക്ക് എന്തായാലും കാനഡയിൽ പോയേ പറ്റൂ, എനിക്കൊരു പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷൻ ഉണ്ട്, നാളെ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കാനഡയ്ക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ, നീ പ്രോപ്പർട്ടി മേടിക്കുന്നത്, നീ ബിസിനസ് നടത്തുന്നത് മുഴുവൻ സുധിയുടെ പൈസയും കൊണ്ടല്ലേ പ്രോപ്പർട്ടി മേടിക്കുന്ന ബിസിനസ് നടത്താൻ മുഴുവൻ നീ സുധിയുടെ പൈസയും കൊണ്ടല്ലേ നീ ബിസിനസ് തുടങ്ങിയത്. അപ്പോൾ നിനക്ക് തിരിച്ചു കൊടുക്കാനുള്ള മര്യാദ ഇല്ലേ എന്ന് ചോദിക്കാനാണ് ശ്രുതി. എന്നിട്ട് ശ്രുതി പോലീസിനോട്, സാറേ 50 ലക്ഷം എന്നിട്ട് ഇവിടെ എവിടേക്ക് വേണമെങ്കിൽ പൊക്കോട്ടെ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, പക്ഷേ സുധീനെ പറ്റിച്ചിട്ട് സുധിയുടെ കയ്യിൽ നിന്ന് മേടിച്ച് 50 ലക്ഷം രൂപ ഇവൾ തിരിച്ചു കൊടുത്തേ പറ്റൂ എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, സാർ ഒരു കാര്യം ചെയ്യും, സാർ ഒരു FIR ഇട്ടിട്ട് കേസാക്കിയിട്ട് ഇവളെ കോടതിയിലേക്ക് അയക്കുക, അവൾ കോടതിയിൽ കിടക്കട്ടെ, അവിടുന്ന് കോടതിയിൽ കേസാവട്ടെ, അപ്പം ഞങ്ങൾ അവിടുന്ന് പൈസ മേടിക്കാനുള്ള പരിപാടിക്കുള്ള തെളിവുകളൊക്കെ ഞങ്ങൾ അവിടുന്ന് ചെയ്തോളാം, അവിടുന്ന് മേടിച്ചോളാം പൈസ എന്നൊക്കെ പറയണ ശ്രുതി പോലീസിനോട്. അപ്പോൾ അങ്ങനെ ഇൻസ്പെക്ടർ ആകെ ചിന്താക്കുഴപ്പത്തിലാണ്, എന്താ ചെയ്യേണ്ടതെന്നറിയാതെ. ഈ സമയത്ത് സച്ചി രേവതിയും കൂടിയിട്ട് പുറത്ത് നിൽക്കുകയാണ്. സച്ചി ചോദിക്കണു, വേറൊരു പോലീസ് ഓഫീസർ വരുമ്പോൾ അദ്ദേഹത്തിന് സച്ചിനെ അറിയാം. അപ്പോൾ അദ്ദേഹം വന്നിട്ട്, ഹായ് സച്ചി, നീ എന്താടാ അവിടെ എന്നൊക്കെ ചോദിക്കുകയാണ്. നീ വീണ്ടും അടിപിടി കേസുണ്ടാക്കിയപ്പോൾ, ഇല്ല സാർ, ഇങ്ങനെ ഭാര്യയുടെ വണ്ടി നോർ പാർക്കിംഗ് ഏരിയയിൽ വെച്ചിട്ട് പോലീസ് പിടിച്ചിട്ട് വന്നു, അപ്പോൾ അതൊന്ന് തിരിച്ചു മേടിക്കാൻ വേണ്ടിയിട്ടാണ്, ട്രാഫിക് ഇൻസ്പെക്ടർ ഇവിടെ ഇല്ല അത്ര. അപ്പോൾ അയ്യോ, അദ്ദേഹം പുറത്ത് പോയേക്കാണ്, അദ്ദേഹം എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോയേക്കാവും, ഇനി വരാൻ ലേറ്റ് ആവുമല്ലോ, എന്തായാലും അദ്ദേഹം വരണവരെ നീ ഇവിടെ ഇരിക്കുകയെന്ന് പറയണം. സാർ എങ്ങനെയെങ്കിലും അത് ഞങ്ങൾ ഫൈൻ അടിച്ചിട്ട് ഞങ്ങൾ ആ വണ്ടി എടുത്തോളാം സാർ, എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. അയ്യോ, ഇതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല സച്ചി, ട്രാഫിക് ഇൻസ്പെക്ടർ ഭയങ്കര ദേഷ്യമുള്ള ആളാണ്, എന്തായാലും നിങ്ങൾ ഇവിടെ ഇരിക്കുക, അദ്ദേഹം വന്ന് കണ്ട് സംസാരിച്ചിട്ട് മതിയെന്ന് പറഞ്ഞിട്ട് പോലീസ് ഓഫീസർ അകത്തേക്ക് പോവാണ്. അകത്തേക്ക് പോയി കഴിഞ്ഞിട്ട് ആ സമയത്ത് വീണ്ടും അകത്ത് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. ചർച്ചയിൽ വീണ്ടും നീലിമയോട് പൈസ തരാൻ തന്നെയാണ് ശ്രുതി പറയുന്നത്. ശ്രുതി പറയണത്, നീ ഇവിടുന്ന് പൈസ എനിക്ക് തരാതെ നീ സ്റ്റേഷൻ വിട്ട് പോവില്ല എന്നൊക്കെ പറയണം ശ്രുതി. അപ്പോൾ നീലിമ പറയണു, എന്തിനാണ് ഞാൻ പൈസ തരണം, 6 മാസം ഞാൻ നിൻ്റെ കൂടെ കഴിഞ്ഞില്ല, അതിനുള്ള പൈസയാണ് 50 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ പോലീസുകാരൻ പറയണു, നിങ്ങൾ ഇത്രയും അധപതിച്ചിട്ടാണോ സംസാരിക്കുന്നത് ചോദിക്കണം. അപ്പോൾ വക്കീൽ പറഞ്ഞു, 1 മിനിറ്റ് സാറേ, ഞാൻ മാഡത്തിനോട് ഒരു കാര്യം പറയട്ടെ വേണ്ടിയിട്ട് നീലിമേനെ വിളിച്ചു കൊണ്ടുപോയിട്ട് പുറത്തുനിന്ന് സംസാരിക്കണം. മാഡം എന്ത് പണിയാണ് കാണിക്കുന്നത്, ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. ലൈറ്റ് ഇടണോ? അങ്ങനെ ശ്രുതി പറയണു, പൈസ തരാൻ നീ സ്റ്റേഷനിൽ നിന്ന് പുറത്ത് കിടക്കില്ല എന്ന് പറയണം. അപ്പോൾ നീലിമയുടെ ഒരു വളവത്തരം ഇവിടെ നടക്കില്ല, നീ ഇനി കാനഡയ്ക്ക് പോകുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം, പോലീസ് കേസായി കഴിഞ്ഞ് നീ ഇന്ന് കോടതിയിൽ അയച്ചു കഴിഞ്ഞാൽ നീ അവിടെ കിടക്ക് എന്നൊക്കെ പറയണം ശ്രുതിയും കൂടിയിട്ട്. അപ്പോൾ പോലീസ് ഓഫീസർ ഇങ്ങനെ എന്താ വേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ പോലീസ് ഓഫീസർക്ക് മനസ്സിലാവും ഏകദേശം അവളുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഈ സമയത്ത് വീണ്ടും സച്ചിയും രേവതിയും കൂടി പുറത്തിരിക്കുന്നു. രേവതി പറയണം, സച്ചിയേട്ടാ വിശക്കുണ്ടല്ലോ, നമ്മളൊന്നും കഴിച്ചില്ല, നമുക്കൊരു കാര്യം അടുത്തുള്ള ഹോട്ടലിൽ എവിടെയെങ്കിലും പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാൻ പറയാണ്. അപ്പോൾ സച്ചി പറയണം, എന്താ അബദ്ധ രേവതി പറയണത്, നമ്മൾ ഇവിടുന്ന് പുറത്ത് പോയ സമയത്ത് എങ്ങാനും സാറ് വന്നാലോ, അപ്പോൾ എന്താ ചെയ്യാനൊക്കെ. ഈശ്വര, സച്ചിയേട്ടൻ നമ്മുടെ വണ്ടിയിലത്തെ പൂവ് മുഴുവൻ ഇപ്പോൾ വാടിപ്പോവുമല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം, പൂവ് ഇവിടെ വിറ്റ് കാശാക്കിയാലോ എന്ന് ചോദിക്കണേ. രേവതി മണ്ടത്തരങ്ങളെ എഴുന്നള്ളിക്കാതെ. അപ്പം മറ്റേ സാറല്ലേ പറഞ്ഞാൽ ഇന്ന് പൂവ് ഒരു കവറിലാക്കി കൊണ്ടുപോയിട്ട് വിറ്റോളാം. എൻ്റെ രേവതി, അവരതൊക്കെ പറയും, പക്ഷേ സ്റ്റേഷനിലെ കസ്റ്റഡിയിൽ വെച്ചേക്കണ വാഹനത്തിൽ നിന്ന് നമ്മളൊന്നും എടുക്കാൻ പാടില്ല, അത് നിയമവിരുദ്ധമാണ് എന്നൊക്കെ പറയണം. എന്നാൽ നമുക്ക് ഭക്ഷണമൊന്നും കഴിക്കേണ്ട സച്ചിയേട്ടാ, സാറ് വരണവരെ ഇരിക്കാൻ, പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, നമുക്ക് വണ്ടിയും കൊണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി സച്ചിയും കൂടി ഒരു ഭാഗത്തിരിക്കുന്നു. ആ സമയത്ത് ശ്രുതിയും നീലിമയും കൂടി അകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ സച്ചിനെ അറിയണ പോലീസ് ഓഫീസറോട് പറഞ്ഞാൽ, സച്ചി എന്താ സാർ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി, മറ്റേ ട്രാഫിക് ഇൻസ്പെക്ടർ വരാൻ വൈകുത്ര, സച്ചി നീ ഒരു കാര്യം ചെയ്യുക, അകത്ത് മറ്റേ ഇൻസ്പെക്ടർ ഇരിക്കുന്നുണ്ട്, സാറ് ഇരിക്കുന്നുണ്ട്, സാറിനോട് ഒരു കാര്യം ചെയ്യും, നല്ല മനുഷ്യത്തുള്ളൊരു സാറാണ്, ഒരു കാര്യം ചെയ്യും, സാറിനോട് സംസാരിച്ചിട്ട് നീ ഫൈൻ അടച്ചിട്ട് വണ്ടിയും കൊണ്ട് പൊക്കോ എന്ന് പറയാണ്. അപ്പോൾ സാറിനോട് സംസാരിക്കാൻ പറ്റുമോ സാറിന് ചോദിക്കുമ്പോൾ, സംസാരിക്കാൻ പറ്റും, ഒരു കാര്യം ചെയ്യുക, സാറ് അകത്ത് ഭയങ്കര വലിയൊരു ഡിസ്കഷനിലാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് സാറിനോട് സംസാരിച്ചിട്ട് ഫൈൻ അടച്ചിട്ട് വണ്ടി എടുത്തിട്ട് പൊക്കോ എന്ന് പറയണം. അങ്ങനെയാണ്
അങ്ങനെ സച്ചി രേവതിയും കൂടി സാറിനെ കാണാൻ ചർച്ച കഴിയാൻ വേണ്ടിയിട്ടിരിക്കുന്നു. പക്ഷേ ആ ചർച്ചയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ശ്രുതിയും സുധിയും നീലിമയുമാണെന്ന് ഇവർ പുറത്തിരിക്കുന്ന ഇവർ അറിയുന്നില്ല. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനലിലെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഞെക്കുക. അപ്പോഴാണ് അതിൽ ഓൾ കൊടുത്താൽ മാത്രമാണ് എൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ താങ്ക്